അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോ എന്നൊരു ചൊല്ലുണ്ട്. ബട്ട് സംടൈംസ് വി ഹാവ് ടു കുഴി എണ്ണണം ഗൈസ്. ഇന്നങ്ങനെ ഞാൻ ഈ എള്ളുണ്ടയുടെ കുഴി എണ്ണി ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവനെ കുറിച്ചിട്ടാണ്, എള്ളുണ്ട. വീട്ടില് ഒരു പണിയില്ലാതെ ഇങ്ങനെ ചൊറി കുത്തി ഇരിക്കുമ്പോഴാണ് ഇവനെ ഞാൻ തിന്നോണ്ടിരുന്നത്. അപ്പോഴാണ് എന്റെ മനസ്സിലൊരു കാര്യം ആലോചിച്ചത്. പണ്ട് തൊട്ട് അമ്മ ഇങ്ങനെ പറയും, ഇവൻ ഭയങ്കര പോഷക ഗുണമുള്ള പോഷകയാണോ, ഇവൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു എള്ളുണ്ട. അതുകൊണ്ട് ഇന്ന് ഇതിന്റെ ഹിസ്റ്ററി മുഴുവൻ തപ്പുകയായിരുന്നു എന്റെ ജോലി. അങ്ങനെ ഞാൻ ഓരോ എള്ളുണ്ട തിന്ന് തിന്ന് ഗൂഗിൾ അടിക്കാൻ തുടങ്ങി. എന്താണ് ഇതിന് പിന്നിലെ സത്യം? ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇവരൊക്കെ ഈ പറയുന്നതില്? അറ്റ് ലാസ്റ്റ് ഐ ഫൗണ്ട് ദാറ്റ് ഇവരൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ആദ്യമേ തന്നെ ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് വേണമായിരുന്നു എനിക്കറിയാൻ. അങ്ങനെ തപ്പി തപ്പി ഞാൻ ഗൂഗിളിൽ എല്ലാം അരിച്ച് പറക്കി അവസാനം 5500 വർഷങ്ങൾ പിറകിലോട്ട് പോവേണ്ടി വന്നു. അവിടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എവിടെയോ ആണ് ഇവൻ ഉണ്ടായത്. അപ്പോ ഇവനാണ് കൊള്ളാന്ന് തോന്നിയതോടുകൂടി എല്ലാരും ഇത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഏതോ ഒരു മഹാൻ കുറച്ച് ശർക്കര വെച്ചു, അതിലോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഈ എള്ളെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഈ ഒരു ഉണ്ടയാക്കി ഇങ്ങനെ എടുത്ത്. ഇവൻ വെറും ഉണ്ടയല്ല ഗൈസ്, ഔഷധ ഗുണങ്ങളിലേറെയുള്ള എള്ളുണ്ടയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. മൈ ഗോഡ്, ഞാൻ വിചാരിച്ചതിനും അപ്പുറത്തായിരുന്നു ഗൈസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ചർമ്മത്തിന്റെ ആരോഗ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് മലബന്ധം അകറ്റുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. രക്ഷയില്ല കേട്ടോ. അമ്മ, നാളെ ഒരു 3 പാക്കറ്റ് എള്ളുണ്ട.